ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവ് അല്ലെ, പലതരത്തിലുള്ള മുറിവുകളുണ്ട്. ഇപ്പം ഈ പിക്ചറിൽ നിന്നും തന്നെ നിങ്ങൾക്ക് നോക്കിയാലായിട്ട് മനസ്സിലാവാൻ പറ്റും. പൊള്ളലേറ്റുക, അല്ലെങ്കിൽ പ്രമേഹം കാരണം ഉണ്ടാകുന്ന വ്രണങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള മുറിവുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതാണ് വൂണ്ട് ഹീലിംഗ് അല്ലെ, മുറിവിനെ ഉണക്കാനായിട്ട് സഹായിക്കുന്നത്. മുറിവിനെ ഉണക്കുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം അത് കുറച്ചുകൂടി വളരെ വേഗത്തിൽ നടത്താൻ സഹായിക്കുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ വൂണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്നത്. അപ്പം ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? തൊലിപ്പുറത്താണ് അല്ലെ. അപ്പൊ നമ്മുടെ തൊലിക്ക് എന്താണ് കർമ്മങ്ങളാണ് തൊലി ചെയ്യുന്നത്? തൊലി എന്ന് പറയുന്നത് അല്ലെ വളരെയധികം വ്യാപിച്ച് കിടക്കുന്നതായിട്ടുള്ള നമ്മളുടെ തൊലി എന്ന് പറയുന്നതാണ് ലാർജസ്റ്റ് പാർട്ട്, നമ്മളുടെ ശരീരത്തിലെ ലാർജസ്റ്റ് പാർട്ടാണ് തൊലി എന്ന് പറയുന്നത്. ഈ തൊലി എന്ത് കർമ്മം കൂടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മളുടെ ഇമ്മ്യൂണിറ്റി അല്ലെ, രോഗപ്രതിരോധനത്തിന്റെ ആദ്യഘട്ടത്തിലെ ഒരു എന്താണ്, നമ്മൾക്ക് രോഗം വരാതിരിക്കാനായിട്ടുള്ള ഒരു പ്രതിരോധം നൽകുന്ന ഒന്നാണ് നമ്മുടെ തൊലി എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഇപ്പം നമ്മുടെ ചുറ്റുപാടും അല്ലെ, ഈ വായുവിൽ ഒരുപാട് കോടിക്കണക്കിന് ബാക്ടീരിയാസും ജേംസും ഒക്കെ ഉണ്ട്. അപ്പം അതൊന്നും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കയറാതിരിക്കാനായിട്ട് ഒരു മെക്കാനിക്കൽ ബാരിയർ ആണ് തൊലി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചൂടില് ഒക്കെ വരുന്ന ആ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളൊന്നും ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് അഫക്ട് ചെയ്യാതെയും സംരക്ഷിക്കുന്നതാണ് തൊലി എന്ന് പറയുന്നത്. ഈ തൊലിയിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ഡെർമിസ്, എപ്പിഡെർമിസ്, ഹൈപ്പോഡെർമിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ തൊലിയിലാണ് പലതരത്തിലുള്ള മുറിവുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമുക്കറിയാം, മുറിവ് ഉണ്ടാകുമ്പോഴത്തേക്കും അതിന്റെ ആഴമനുസരിച്ചും അത് ഏത് ഭാഗത്താണ് മുറിവ് വന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടുമാണ് അത് ഉണങ്ങുന്നതിലുള്ള ആ ഒരു താമസം അല്ലെ, എത്ര വേഗത്തിലാണ് ഉണങ്ങുന്നത് എന്നുള്ള ആ ഒരു കാലം നിശ്ചയിക്കുന്നത്. അപ്പം ഈ മുറിവ് ഉണങ്ങുക ഇപ്പം ആഴ്ചകൾ എടുക്കും, 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും മുറിവ് ഉണങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു മുറിവ് വന്നു, അത് ഉണങ്ങുന്നുണ്ട്. അപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കർമ്മമാണോ? അല്ല, ഇത് വളരെയധികം സങ്കീർണമായിട്ടുള്ള ഒരു കർമ്മമാണ് ശരീരത്തിൽ നടക്കുന്നത്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ, ഈ ഒരു മുറിവ് നമ്മൾക്ക് ഒന്ന് നോക്കാം. ഈ ഒരു മുറിവ് വരുന്ന സമയത്ത് എപ്രകാരമാണ് ശരീരം അതിനെ ഉണക്കുന്നത് എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിൽ കൂടുതൽ 4 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഹീമോസ്റ്റാസിസ്, ഇൻഫ്ലമേഷൻ, പ്രോലിഫറേഷൻ, റീമോഡലിംഗ്, അങ്ങനെ 4 സ്റ്റെപ്സ് ആണ് ഉള്ളത്. അപ്പം നമ്മള് അധികം ആഴത്തിലേക്ക് ചെന്ന് ഇറങ്ങിയിട്ടല്ലെങ്കിലും ഒന്ന് പ്രാഥമികമായിട്ട് നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കണം. കാരണം എങ്കിൽ മാത്രമേ ഈ വൂണ്ട് എപ്രകാരമാണ് ഹീലാവുന്നത്, മുറിവ് എപ്രകാരമാണ് ഉണങ്ങുന്നത് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിൽ എന്തുകൊണ്ടാണ് ഓരോ ഔഷധങ്ങളും ഉപയോഗിച്ചിട്ടുള്ളത്, അതിന്റെ കർമ്മം എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ വളരെ ലളിതമായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ പറയാം എപ്രകാരമാണ് മുറിവ് ഉണങ്ങുന്നത് എന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ ആ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് പോലുള്ള ഒരു മുറിവ് ഉണ്ടാകുന്നു എന്ന് വിചാരിക്കും. കൈ ഇപ്പം മുറിഞ്ഞു. കൈ മുറിയുമ്പോൾ തന്നെ ആദ്യത്തെ ലക്ഷണം എന്താണ്? ഒരുപാട് ചോര അല്ലെ, രക്തം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ആദ്യം ഒരു മുറിവില് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം എന്താണ്? ആ രക്തഓട്ടത്തെ, രക്തം പോകുന്നതിനെ അറസ്റ്റ് ചെയ്യണം അല്ലെ, നിർത്തണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പം രക്തത്തിൽ മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, രക്തത്തിൽ 4 ഘടകങ്ങൾ, 4 സാധനങ്ങളാണ് രക്തത്തിൽ ഉള്ളത്. RBC, രക്താണുക്കൾ, വെള്ള രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ, പ്ലാസ്മ എന്ന് പറഞ്ഞിട്ട്. അതിൽ പ്ലേറ്റ്ലെറ്റുകളുടെ കർമ്മം എന്തായിരുന്നു? പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോട്ടിങ്, രക്തത്തെ കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത്. അപ്പം എന്റെ കൈ ഇപ്പം മുറിഞ്ഞു, അല്ലെങ്കിൽ ആ പിക്ചറിൽ കാണുന്നത് പോലെ മുറിഞ്ഞു. അപ്പൊ ആദ്യമായിട്ട് രക്തം അമിതമായിട്ട് പോകും. അപ്പൊ രക്തത്തെ എന്ത് ചെയ്യണം? അറസ്റ്റ് ചെയ്യണം, രക്തോട്ടം നിർത്തണം. അപ്പൊ അങ്ങോട്ടേക്ക് ഒരുപാട് ബ്ലഡ് അങ്ങോട്ടേക്ക് പോകും. അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ രക്തത്തിലുള്ള പ്ലേറ്റ്ലെറ്റുകൾ അവിടെ കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പം അതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അടുത്തത് 2ാമത്തെ ഘട്ടത്തിലേക്ക് പോകാം. ഇപ്പൊ എന്തായി? ബ്ലീഡിങ് അല്ലെ, രക്തയോട്ടം നിന്ന് കഴിഞ്ഞു. അപ്പം അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കോടിക്കണക്കിന് ബാക്ടീരിയാസ് ഒക്കെയാണ് നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് കയറാനായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു മുറിവ് വന്നപ്പോഴത്തേക്കും ഒരുപാട് ബാക്ടീരിയാസും ജേംസും ഒക്കെ കയ്യിലേക്ക് കയറിയിട്ടുണ്ട് അല്ലെ. അപ്പം അതിനെ
ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയണ്ടേ. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനായിട്ടുള്ള ഒരു പ്രക്രിയയാണ് നീർക്കെട്ട്. നീരുണ്ടാകും കയ്യിൽ അല്ലെ. മുറിവ് ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ കുറച്ച് ബൾജ് ചെയ്തിട്ടിരിക്കും, കുറച്ച് നീര് വന്നിരിക്കും. അപ്പൊ എന്താണ് ആക്ച്വലി ആ നീര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാസ്തവത്തിൽ എന്താണ് ആ നീര് എന്ന് പറയുന്നത്? ആ നീര് എന്ന് പറയുന്നതാണ് നമ്മളുടെ രക്തത്തിലെ രണ്ടാമത്തേതായിട്ടുള്ള WBC, വെള്ള രക്താണുക്കളുടെ പ്രാധാന്യമാണ് അവിടെ. അപ്പം എന്തൊക്കെയോ ബാക്ടീരിയാസും ജേംസും ഒക്കെ മുറിവിലൂടെ കയറിയിട്ടുണ്ട്. അപ്പം അതിനെ നീക്കം ചെയ്യണം. അതിനായിട്ടാണ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് ഒരു വെള്ള രക്താണുവിന്റെ ഒരു വിഭാഗത്തിൽ പെട്ടിട്ടുള്ളതാണ്, ഒരു ടൈപ്പാണ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. അപ്പം അതെന്ത് ചെയ്യും? ഈ പറയുന്ന ബാക്ടീരിയാസിനെ ഒക്കെ നശിപ്പിക്കാനായിട്ട് ശേഷിയുള്ളതാണ് ന്യൂട്രോഫിൽ. അപ്പം അതുമായിട്ട് ന്യൂട്രോഫിൽ നമ്മുടെ ശരീരത്തിലെ ഭടനാണ് എന്ന് പറയാം, യുദ്ധം ചെയ്യാനായിട്ടുള്ള ഭടന്മാരാണ്. അപ്പം യുദ്ധം ചെയ്യും അല്ലെ, ഈ ഫോറിൻ ബോഡി അല്ലെ, പുറമേ നിന്നും വന്നിട്ടുള്ള ഈ ഒരു ബാക്ടീരിയവുമായിട്ട് ഏറ്റുമുട്ടും. അപ്പം ഏറ്റുമുട്ടുമ്പോൾ ഒരുപാട് അവശിഷ്ടങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പം നമ്മുടെ തന്നെ സെൽസ് നശിച്ചു പോകും, ആ ബാക്ടീരിയാസും നശിച്ചു പോകും. അങ്ങനെ ഇരുഭാഗങ്ങളിലും ഒരുപാട് നാശനഷ്ടം ഉണ്ടാവും. ഈ നാശനഷ്ടങ്ങളെ ശരീരത്തിൽ നിന്നും മാറ്റണ്ടേ? അപ്പം അതിനായിട്ടാണ് രണ്ടാമത്തേതായിട്ടുള്ള മാക്രോഫേജ് എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാവുന്നത്. ഡെബ്രിസ് എന്ന് പറയും, അവശിഷ്ടങ്ങൾ. അതിനെ നീക്കം ചെയ്യുക. അപ്പം ബാക്ടീരിയാസിനെ നശിപ്പിക്കുക, അതേപോലെ തന്നെ അവശിഷ്ടങ്ങളെയും കൂടി ശരീരത്തിൽ നിന്നും നീക്കുക എന്നുള്ള ഒരു കർമ്മമാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ നടക്കുന്നത്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും ശരി, നമ്മൾ ബ്ലീഡിങ്ങും അറസ്റ്റ് ചെയ്തു, ബാക്ടീരിയാസിനെയും അതേപോലെ തന്നെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളെയും ഒക്കെ നീക്കം ചെയ്തു. ഇനി അടുത്തതായിട്ടുള്ളതാണ് പ്രോലിഫറേഷൻ എന്ന് പറയുന്നത്. അതായത് ഇനി അവിടെ മുറിവ് വന്നു അല്ലെ, ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, ആ മുറിവിനെ ഇനി നികത്തണം അല്ലെ. വളരെ വലിയ ഒരു വിടവ് ആണ്, ഗ്യാപ്പാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ ചേർത്ത് വെക്കണം അല്ലെ, ആ ഒരു ഇത് നികന്നു വരണം. അപ്പൊ അതിനായിട്ടുള്ള പ്രോസസ്സ്, കർമ്മങ്ങളാണ്, പ്രക്രിയകളാണ് ഈ പറയുന്ന മൂന്നാമത്തെ ഘട്ടത്തിൽ നടക്കുന്നത്. പുതിയ സെൽസ് ഉണ്ടാകുന്നുണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ടാകുന്ന. ഈ നാലാമത്തെ ഘട്ടത്തിലാണെങ്കിലും ഈ ഉണ്ടായിട്ടുള്ള സെൽസും കോശങ്ങളും ബ്ലഡ് വെസൽസിനും ഒക്കെ ശക്തി നൽകുക, കുറച്ചുകൂടി സ്ട്രെങ്ത് നൽകുക, കുറച്ചുകൂടി നല്ല രീതിയിലായിട്ട് അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് റീമോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സ്റ്റെപ്സിലൂടെയാണ് ഒരു മുറിവ് ഉണ്ടാകുമ്പോഴത്തേക്കും ഉണക്കാനായിട്ട് പോകുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ്, സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത് എന്ന് പറയുന്നത്. അപ്പം ഇതിനായിട്ടുള്ള ഈ പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സിനെ വളരെ വേഗത്തിൽ നടത്താനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ എലമെന്റ്സ് വെൽനെസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതാണ് വൂണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള, ലഭ്യമായിട്ടുള്ള ബാക്കിയുള്ള വൂണ്ട് ഹീലിംഗ് ക്രീമിനെ അപേക്ഷിച്ച് ഇതിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്? അപ്പം മാർക്കറ്റിൽ ലഭിക്കുന്ന ആ ഒരു വൂണ്ട് ഹീലിംഗ് ക്രീമുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും ആന്റിസെപ്റ്റിക് ആയിരിക്കും. എന്താണ് ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ബാക്ടീരിയാസിനൊക്കെ നശിപ്പിക്കാനായിട്ടുള്ള ഫംഗ്ഷൻ ആണ് അത് ചെയ്യുന്നത്. മുറിവിനെ ഉണക്കാനായിട്ടുള്ളതൊന്നും അത്ര കണ്ടിട്ട് ഇല്ല. അപ്പൊ നമ്മൾക്ക് എന്താണ് വേണ്ടത്? ഞാൻ ഇപ്പൊ പറഞ്ഞു അല്ലെ, ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് മുറിവ് ഉണങ്ങുന്നതിനായിട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഘട്ടങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കണം അല്ലെ. അപ്പൊ ഒന്നാമത്തേതിൽ എന്താണ്? ക്ലോട്ടിങ് അല്ലെ, രക്തം കട്ട പിടിക്കണം വളരെ കൃത്യമായിട്ട്. പിന്നെയോ പിഗ്മെന്റേഷൻ, മുറിവെല്ലാം ഉണങ്ങി കഴിയുമ്പോൾ സ്കാറോ അല്ലെങ്കിൽ പാടോ അല്ലെങ്കിൽ കല എന്ന് പറയും അല്ലെ, ആ ഒരു കലയൊക്കെ നമ്മളുടെ തൊലിപ്പുറത്ത് ഉണ്ടാവും. അപ്പം അത്തരത്തിലുള്ളതൊക്കെ മാറ്റിക്കളയണം അല്ലെ. അപ്പം അതും വേണം. അതേപോലെ തന്നെയോ കംപ്ലീറ്റ് ആയിട്ടുള്ള മുറിവ് ഉണങ്ങണം. ഇപ്പൊ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ആ ഒരു ഭാഗത്ത് ചെറിയൊരു മുറിവ്, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഒരു മുറിവൊക്കെ വരുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ളതെല്ലാം കണ്ടിട്ടുള്ളതാണ്. അപ്പം കുറച്ചുകൂടി എന്താണ്, വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയിൽ മുറിവ് ഉണങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത്രയും വേണ്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ മുറിവ് ഉണങ്ങാനായിട്ട് വേണ്ടത്. അപ്പം ഈ ഗുണങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിവുള്ളതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതാണ് വൂണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്നത്. വൂണ്ട് ഹീലിംഗ് ക്രീമിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ആദ്യമായിട്ട് തന്നെ കാൽസിനൈഡ്, ജഷദ് അല്ലെങ്കിൽ യശദ ഭസ്മമാണ് ചേർന്നിട്ടുള്ളത്. മഞ്ഞളുണ്ട്, കറ്റാർ വാഴയുണ്ട്, സാൽ റെസിൻ ഉണ്ട്, ടീ ട്രീ ഓയിൽ ഉണ്ട്, ദേവദാരു തൈലമുണ്ട്. അതോടൊപ്പം തന്നെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മഞ്ചട്ടി എന്ന് പറയുന്ന ഔഷധം കൂടി അടങ്ങിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് വൂണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ യശദം എന്ന് പറയുന്നത്, യശദ ഭസ്മം എന്ന് പറഞ്ഞിട്ടുള്ളത് ആയുർവേദത്തിന്റെ ഒരു വിഭാഗമാണ് രസൌഷധീസ് എന്ന് പറയുന്നത്. ആ ഒരു വിഭാഗത്തില് ആയുർവേദത്തിൽ ഒരുപാട് ഭേഷജങ്ങൾ ഉണ്ട്. അതായത് ഔഷധങ്ങളെ ഉപയോഗിച്ച് നമ്മളുടെ ചെടികളിൽ നിന്നുമൊക്കെ കിട്ടുന്ന ആ ഒരു ഔഷധങ്ങളെ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഫോർമുലേഷൻസ്, ഒരുപാട് യോഗങ്ങൾ, കഷായം, അരിഷ്ടം ഒക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മിനറൽസിനെ ഉപയോഗിക്കുന്നുണ്ട്. സിങ്ക്, മെർക്കുറി, സൾഫർ, അത്തരത്തിലുള്ള ഒരുപാട്
മിനറൽസിനെ ഉപയോഗിച്ചിട്ടുമുള്ളതും കൂടിയിട്ടുണ്ട്. അത് വരുന്ന വിഭാഗമാണ് രസൌഷധീസ് എന്ന് പറയുന്നത്. അപ്പം അതിലൊന്നാണ് യശത ഭസ്മം അല്ലെങ്കിൽ സിങ്ക് ആണ് വരുന്നത്. സിങ്ക് സപ്ലിമെന്റ് ആണ് ഈ യശത ഭസ്മം എന്ന് പറയുന്നത്. അപ്പം എന്തിനാണ് ഒരു മുറിവ് ഉണങ്ങുന്നതിനായിട്ട് സിങ്കിന്റെ ആവശ്യമുള്ളത്? സിങ്ക് എന്താണ് ഈ മുറിവ് ഉണങ്ങുന്നതിൽ ചെയ്യുന്നത്? സിങ്ക് എന്ന് പറയുന്നത് ശരീരത്തിൽ സിങ്കിന്റെ അഭാവത്തിൽ എന്താണ് നടക്കുന്നത്? മുറിവൊക്കെ വളരെ മെല്ലെയാണ് ഉണങ്ങുന്നത്. അപ്പം സിങ്ക് ഒരു മുറിവ് ഉണങ്ങാനായിട്ട് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വൂണ്ട് ഹീലിംഗ് ക്രീമില് സിങ്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നതാണ് എക്സസ് ആയിട്ടുള്ള അത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി എന്താണ് നമ്മൾക്ക് നേടിത്തരുന്നത്? ഒരുപാട് രക്തം പോകുന്നതിൽ നിന്നുമുള്ള ഒരു പ്രിവെൻഷൻ ആണ് നമ്മൾക്ക് തരുന്നത് അല്ലെ? ഈ യശതം എന്ന് പറയുന്നത് ആന്റി പൈററ്റിക് കർമ്മമുണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി കർമ്മങ്ങളൊക്കെ ഉണ്ട്. ആന്റി പൈററ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നീര് വരുമ്പോഴത്തേക്കും ആ ഭാഗത്ത് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ചൂടുണ്ടാകും അല്ലെ? ടെമ്പറേച്ചർ റേസ്ഡ് ആയിരിക്കും, ചൂടുണ്ടാവും. അപ്പം അതിനെ കുറയ്ക്കാനായിട്ടും അതേപോലെ തന്നെ ആ നീരിനെ കുറയ്ക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന കർമ്മങ്ങളാണ് നമ്മളുടെ യശതം അല്ലെങ്കിൽ സിങ്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഹെമാറ്റോജനിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. എന്താണ് ഹെമാറ്റിനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതിനാണ് ഹെമാറ്റിനിക് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു കർമ്മമുണ്ട്. അതോടൊപ്പം തന്നെ ഹെമാറ്റോജനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രക്താണുക്കളുടെ അളവിനെ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് രക്താണുക്കളുടെ ഉൽപാദനം കുറച്ചുകൂടി വേഗത്തിൽ നടത്താനും കൂടി സഹായിക്കുന്നതായിട്ടുള്ളതാണ് യശതം അല്ലെങ്കിൽ സിങ്ക് എന്ന് പറയുന്നത്. അപ്പം ഈ സിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ എല്ലാ ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് റീമോഡലിംഗ് പോലുള്ള ആ പ്രോലിഫറേഷൻ, റീബോളലിംഗ്, അതായത് മൂന്നാമത്തെയും നാലാമത്തെയും ഘട്ടത്തിൽ ഏറ്റവും അധികം സഹായിക്കുന്നതായിട്ടുള്ളതാണ്. പുതിയ കോശങ്ങളുടെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ പുതിയ കോശങ്ങളുടെ നിർമ്മാണത്തിനും ഒക്കെ സഹായിക്കുന്നതായിട്ടുള്ളതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് യശതം അല്ലെങ്കിൽ സിങ്ക് എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളതാണ് അലോയിവേറ അല്ലെങ്കിൽ കറ്റാർ വാഴ. അപ്പം കറ്റാർ വാഴ അല്ലെ, ഞാൻ 95 കറ്റാർ വാഴയെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ? കറ്റാർ വാഴ എന്ന് പറയുന്നത് വളരെ ഗുണങ്ങളുള്ളതാണ്. ഒരുപാട് വ്യാധികളിൽ, അസുഖങ്ങളില് ഒരുപാട് കാലങ്ങളായിട്ട് ഉപയോഗിച്ച് പോരുന്ന ഒന്നാണ് കറ്റാർ വാഴ എന്ന് പറയുന്നത്. അപ്പം അതിന് നമുക്കറിയാം അല്ലെ, അതിനെന്താണ്, സ്കിന്നൊക്കെ ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് കറ്റാർ വാഴയ്ക്കുള്ളത്. അതേപോലെ തന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്, ഒരു തണുപ്പാണ് തരുന്നത് അല്ലെ? ഇപ്പൊ പൊള്ളലൊക്കെ പറ്റുമ്പോഴത്തേക്കും ഭയങ്കര ചൂടും പുകച്ചിലും ഒക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ കറ്റാർ വാഴ ആൾക്കാര് അതിന്റെ പുരട്ടും അല്ലെ, അതിന്റെ പുറമെ പുരട്ടും. അപ്പൊ എന്തിനാണ്? അതിനൊരു ശീതഗുണം അല്ലെങ്കിൽ കൂളിംഗ് ആയിട്ടുള്ള ഒരു തണുപ്പ് തരുന്ന ഒരു കഴിവാണ് കറ്റാർ വാഴയ്ക്കുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഈ മുറിവിനെ നികത്താനും അത് വളരെ വേഗത്തില് ആ മുറിവിനെ ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതായിട്ടുള്ളതാണ് നമ്മുടെ ഘൃതകുമാരി അല്ലെങ്കിൽ കറ്റാർ വാഴ എന്ന് പറയുന്നത്. അടുത്തതാണ് മഞ്ചെട്ടി എന്ന് പറയുന്നത്. ഏറ്റവും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു ഔഷധമാണ് മഞ്ചെട്ടി എന്ന് പറയുന്നത്. അപ്പം മഞ്ചെട്ടിയെ ചരകാചാര്യന് പറഞ്ഞിരിക്കുന്നത് വർണ്ണ്യം എന്ന് പറഞ്ഞതിലാണ് ചരകാചാര്യൻ പറഞ്ഞിരിക്കുന്നത്. വർണ്ണ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ത്വക്കിനൊക്കെ കളറ് ചെയ്യുന്നതായിട്ടുള്ള കർമ്മമാണ് എന്തിനുള്ളത്? മഞ്ചെട്ടിക്ക് ഉള്ളത്. അതിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോമ്പൗണ്ട്, ആ ഒരു കണ്ടന്റ് ആണ് വർണ്ണ്യം എന്നുള്ളത്. ത്വക്കിലൊക്കെ നല്ല കളറ്, നല്ല സ്കിന്നിലൊക്കെ നല്ല കളറ് തരാനായിട്ട് കഴിവുള്ള ഒന്നാണ്, ഒരു ഔഷധമാണ് മഞ്ചെട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തിനാണ് ഒരു കളറ് തരുന്ന ഒന്ന് നമ്മളുടെ വൂണ്ട് ഹീലിംഗ് ക്രീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഞാൻ ആദ്യമേ പറഞ്ഞു അല്ലെ, മുറിവ് ഉണങ്ങുമ്പോഴത്തേക്കും കല അല്ലെങ്കിൽ പാട്, സ്കാർ ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാവുന്നത് നല്ലതാണോ? അല്ല, നമുക്കത് വേഗത്തിൽ മായ്ച്ചു കളയണം അല്ലെ? അപ്പൊ അത്തരത്തിലൊരു ഗുണം അത് വേഗത്തിൽ മായ്ച്ചു കളഞ്ഞ് സ്കിന്നിന്റെ നോർമൽ ടെക്സ്ചറിലേക്ക്, ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ആ ഒരു നിറത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് മഞ്ചെട്ടി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ രക്തശോധക ഗുണമുണ്ട്, അതായത് രക്തത്തെ പ്യൂരിഫൈ ചെയ്യുന്ന ഗുണമുണ്ട്. അതേപോലെ തന്നെ രക്തവർദ്ധകം, രക്തത്തിന്റെ അളവിനെ വർദ്ധിപ്പിക്കാനായിട്ട് ഗുണമുണ്ട്. രക്തസ്തംഭകം, അതായത് ക്ലോട്ടിംഗ് അല്ലെ, അമിതമായിട്ട് രക്തം പോകുമ്പോൾ അതിനെ സ്തംഭിപ്പിക്കണം, അതിനെ നിർത്തിവെക്കണം. അപ്പൊ ക്ലോട്ടിങ്ങിന്, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതും കൂടി ആയിട്ടുള്ള ഒരു ഔഷധമാണ്. അത്രയും ഗുണങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള മഞ്ചെട്ടിക്ക് ഉള്ളത്. തീർത്തും ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു ഔഷധമാണ് നമ്മളുടെ മഞ്ചെട്ടി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സുശ്രുതാചാര്യൻ, ഫാദർ ഓഫ് സർജറി എന്ന് അറിയപ്പെടുന്ന സുശ്രുതാചാര്യൻ പറഞ്ഞിരിക്കുന്നത്
പ്രമേഹത്തിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, പ്രമേഹത്തിലുള്ള ലക്ഷണങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു, ഒരുപാട് വർഷങ്ങളായിട്ട് പ്രമേഹമുള്ള ആൾക്കാരിലാണെങ്കിൽ ഒരു മുറിവ് ഉണങ്ങാനായിട്ട് എടുക്കുന്ന കാലതാമസം വളരെ വലുതാണ് അല്ലെ. ദീർഘകാലങ്ങളായിട്ട് ആ ഒരു വ്രണം അതേപോലെ ഇരിക്കും. അപ്പൊ ആയുർവേദത്തിലാണെങ്കിൽ അതിന് ദുഷ്ടവ്രണം എന്ന് പറയും. പ്രമേഹജന്യ ദുഷ്ടവ്രണം, പ്രമേഹം കാരണമായിട്ടുള്ള വ്രണമാണെങ്കിൽ അങ്ങനെ പറയും. അപ്പം അത്തരത്തിലുള്ള വ്രണങ്ങൾ ഉണങ്ങാനായിട്ട് ഒരുപാട് കാലതാമസമാണ് ഈ പറഞ്ഞ പ്രമേഹ രോഗികളിൽ ഉണ്ടാകുന്നത്. അപ്പം അതെന്തുകൊണ്ടാണ്? കാരണം പ്രമേഹ രോഗികളുടെ രക്തക്കുഴലുകൾക്കൊക്കെ അതിന്റെ നോർമൽ ആയിട്ടുള്ള, അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു കർമ്മം ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെടുകയാണ്. വെസൽസ് ഒക്കെ ക്ഷീണിച്ചു വരികയാണ് ചെയ്യുന്നത്. നെക്രോസിസ് ആണ് അല്ലെ, എന്താണ്, ടിഷ്യൂസ് ഒക്കെ, കോശങ്ങളൊക്കെ രക്തം കിട്ടാതെ വരുമ്പം നശിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ, അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് സുശ്രുതാചാര്യൻ മഞ്ചട്ടിയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത്. മഞ്ചട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മുറിവിനെ ഉണങ്ങാൻ, അതിന് പറയും ആയുർവേദത്തിൽ രോപണം എന്ന് പറയും. രോപണം കർമ്മം എന്ന് പറയും. അതായത് ഹീലിംഗ് പ്രോപ്പർട്ടി, ഒരു മുറിവിനെ ഉണക്കാനായിട്ടുള്ള ഒരു കഴിവുള്ള ഒന്നാണ് നമ്മുടെ മഞ്ചട്ടി എന്ന് പറയുന്നത്. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൽ കുറച്ച് എണ്ണകൾ, തൈലങ്ങളും കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുങ്ങിന്റെ എണ്ണ, അതേപോലെ തന്നെ ദേവദാരു തൈലം, ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത്. കരഞ്ച ഓയിൽ എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് മുറിവിനെ ഉണക്കാനായിട്ട് സഹായിക്കുന്നതാണ്. നീരിനെയൊക്കെ ഉള്ള ഒരു ശമനം തരുന്നതായിട്ടുള്ളതാണ്. ദേവദാരു തൈലം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ദുഷ്ടവ്രണ വിശോധനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു അല്ലെ, ദുഷ്ടവ്രണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ദീർഘകാലങ്ങളായിട്ട് വ്രണം ഉണങ്ങാതെ നിൽക്കുന്നത്. അത്തരത്തിലൊക്കെ ദുഷ്ടവ്രണ വിശോധനം, അത്തരത്തിലുള്ള വ്രണങ്ങളിലൊക്കെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരു ഔഷധം എന്നുള്ള ഒരു രീതിയിലാണ് ദേവദാരുവിനെ പറ്റിയിട്ട് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഒരു ആന്റിസെപ്റ്റിക് കർമ്മമാണ്, ആന്റി ഇൻഫ്ലമേറ്ററി ഒക്കെ ആയിട്ടുള്ള കർമ്മമാണ്. മുറിവിനേക്ക് വളരെ വേഗത്തിൽ, വളരെ ഫാസ്റ്റ് ആയിട്ട് ഉണക്കാനൊക്കെ സഹായിക്കുന്നതായിട്ടുള്ളതാണ് ദേവദാരു എന്ന് പറയുന്നത്. അടുത്തതാണ് ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത് 2013 ഒരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൽ തെളിയിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഞാൻ നമ്മളുടെ വേദനയിലും പറഞ്ഞിരുന്നു, ടീ ട്രീ ഓയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ടീ ട്രീ ഓയിൽ എന്തിനാണ്? ടീ ട്രീ ഓയിൽ ആന്റി സെപ്റ്റിക് ആണ്, അല്ലെങ്കിൽ ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി വൈറൽ ആണ്, ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ് ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നതിന്. അപ്പം ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഒരുപാട് കർമ്മങ്ങളാണ് അല്ലെ ചെയ്യുന്നത്. അതോടൊപ്പം മഞ്ഞളുണ്ട്. മഞ്ഞൾ ആന്റി ഫംഗൽ ആണ്, ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളതാണ്. സാൽട്രീന്റെ റെസിൻ അടങ്ങിയിട്ടുണ്ട്, വേദന നിവാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ മുറിവിനെ ഉണക്കാനൊക്കെ സഹായിക്കുന്നതും കൂടിയിട്ടുള്ള ഒന്ന് ആണ്. അപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, 6 അത്ഭുതമായിട്ടുള്ള 6 ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഇത് നൽകുന്നത്. ഏതൊക്കെയാണ്? ആദ്യമായിട്ടുള്ളത് ഇറിറ്റേഷനും ഇൻഫ്ലമേഷനും ഒക്കെ നിവാരണം ചെയ്യുന്നു. അതോടൊപ്പം ബ്ലഡ് ക്ലോട്ടിങ് വർദ്ധിപ്പിക്കുന്നു. ആന്റിസെപ്റ്റിക് അല്ലെ, ഇൻഫെക്ഷൻസിനെതിരെ പ്രവർത്തിക്കുന്നത് ഒന്നാണ്. സ്കിൻ റിപ്പയർ ഒക്കെ, മുറിവൊക്കെ ഉണങ്ങുമ്പോഴത്തേക്കും വളരെ വേഗത്തിൽ മുറിവ് ഉണക്കാനും അതേപോലെ തന്നെ ആ ഒരു കല അല്ലെങ്കിൽ പാടൊക്കെ വളരെ വേഗത്തിൽ മായ്ച്ചു കളയാനും കൂടി സഹായിക്കുന്നത് ഒന്നും കൂടിയിട്ടാണ്. സ്കാർ വരാതെ സഹായിക്കുന്നു. അതേപോലെ പ്രമേഹത്തിലൊക്കെ നമ്മൾക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരുപാട് ഔഷധങ്ങൾ അല്ലെ, മഞ്ചട്ടിയൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രമേഹ ദുഷ്ടവ്രണത്തിലൊക്കെ നമ്മൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും നിങ്ങളുടെ ഫസ്റ്റ് എയ്ഡിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ എലമെന്റ്സ് വെൽനസിന്റെ വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള നമ്മളുടെ തൊലിപ്പുറത്തുള്ള മുറിവുകളിലാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ പൊള്ളലേറ്റതിലാണ് ഉപയോഗിക്കേണ്ടത്. റിപ്പീറ്റ് ആയിട്ട് 8 മണിക്കൂർ ഇടവിട്ടിട്ട് ഇത് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ ഒരു മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാദ്യം അതിന്റെ ശുചിത്വം ഒന്ന് പാലിക്കണം. അതാദ്യം നല്ല പോലെ ഒന്ന് കഴുകി, വെള്ളത്തിൽ വെച്ച് ഒന്ന് കഴുകി, ഇപ്പം തട്ടി മുട്ടി അല്ലെങ്കിൽ വീണിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ, ഇപ്പം മണ്ണൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നല്ലോണം വെള്ളത്തില്, പൈപ്പിന്റെ വെള്ളത്തിൽ അത് നല്ല പോലെ കഴുകിയതിനു ശേഷം ആ വെള്ളത്തിന്റെ ആ നനവൊക്കെ ഒപ്പിയെടുത്തതിനു ശേഷം വേണം നമ്മുടെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ഇത് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഇത് പുറമെ തേക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇത് ഒരു കാരണവശാലും കണ്ണിലും മൂക്കിലും ഒന്നും പോയിട്ട് കോണ്ടാക്ട് വരാനായിട്ട് പാടില്ല. ഇത് 2nd ഡിഗ്രിയും അതേപോലെ തന്നെ 4th ഡിഗ്രി ബേൺസിലൊക്കെ ഇത് ഉപയോഗിക്കാം. പക്ഷേ
ഇത് ഉപയോഗിച്ചോളൂ, കുഴപ്പമുണ്ടാവില്ല പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു സപ്പോർട്ടായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ ഫസ്റ്റ് ഡിഗ്രി ബേണിലൊക്കെയാണ് ആദ്യത്തെ ജസ്റ്റ് ഒരു പൊള്ളലേറ്റതിന്റെ ഡിഗ്രീസ് പറയുന്നുണ്ട്. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ ആദ്യഘട്ടത്തിലൊക്കെയാണ് ജസ്റ്റ് ഒരു പൊള്ളലിലാണ് നമ്മൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഇനി ഡയബറ്റിക് വൂണ്ടില്, പ്രമേഹം കാരണമുള്ള മുറിവിലൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഒരു 2-3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടും ഒരു റിസൾട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ, 2-3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ആ വ്യക്തിയോട് ഉപയോഗിച്ചോളൂ, ഒരാഴ്ച ഉപയോഗിച്ചോളൂ, 2 ആഴ്ച ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കരുത്. എത്രയും വേഗം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പറയണം. എന്തുകൊണ്ടാണ്? ഞാൻ ഡൈബ ലൈഫ് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ ഒരു അനുഭവം പറഞ്ഞിരുന്നു അല്ലെ, ഒരു വ്യക്തി, ഒരു പേഷ്യന്റ് വന്ന ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു. അപ്പം അത്തരത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മുറിവ് ഉണക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഊർധ്വഭാഗത്തിലേക്ക്, അത് വികസിച്ച് ഏത് ഭാഗത്താണ് ഒരുപാട് കോശങ്ങളെ അത് നശിപ്പിക്കാനായിട്ട് സംഭവിക്കുക അല്ലെ, നശിപ്പിക്കാൻ കെൽപ്പുള്ളതാണ്. അതായത് നെക്രോസിസ് എന്ന് പറയും. ഓരോ ടിഷ്യൂസ്, കോശങ്ങളൊക്കെ മരണത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ളതാണ്. അപ്പം അത്തരത്തിലൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടും ഒരു റിസൾട്ടും നിങ്ങൾക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ, റിസൾട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മുറിവ് ഉണങ്ങുന്നില്ല, അതേപോലെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ വ്യക്തിയോട് ഡോക്ടറെ അടുത്ത് പോകാനായിട്ട് തീർച്ചയായിട്ടും പറയേണ്ടതാണ്. അപ്പം ഇതിൽ ഒരുപാട് ഔഷധങ്ങളുണ്ട്. അതിൽ ഒന്ന് പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇതില് എന്താണ് അടങ്ങിയിട്ടുള്ളത്? സിങ്ക് ഉണ്ട്, അലോയിവേര, കറ്റാർ വാഴയുണ്ട്, ടീ ട്രീ ഓയിൽ, ദേവദാരു, കരഞ്ച ഓയിൽ ഒക്കെ ഉണ്ട്. അതിൽ തന്നെ നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കേണ്ടത് നമ്മുടെ മഞ്ചട്ടി എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആ ഒരു ഔഷധത്തെയാണ് നിങ്ങൾ ഏവരും ഓർത്തിരിക്കേണ്ടത്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഏവരുടെയും വീടുകളിലെ ഫസ്റ്റ് എയ്ഡിൽ കരുതി വെക്കേണ്ടതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള വൂണ്ട് ഹീലിംഗ്.